ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് 2 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ ചില ആളുകൾ കൺഫ്യൂഷനിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ നിങ്ങൾക്കൊരു വ്യക്തമായ ലക്ഷ്യമുണ്ട്. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ആയുധവുമുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് മുന്നിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാതിരിക്കുന്നുണ്ടാവാം. കാരണം ഇതിൽ നിങ്ങളുടെ കണ്ണ് കെട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ കണ്ണിൻ്റെ കെട്ടഴിച്ചു തരാൻ, നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴി കാണിച്ചു നൽകാനായിട്ട് ചിലർ സഹായത്തിന് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒന്നിലധികം ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ സഹായിക്കാനും നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് നൽകാനും നിങ്ങൾക്ക് ചുറ്റും ഉണ്ടെന്നാണ്. അങ്ങനെയല്ലാത്തവർക്ക് അങ്ങനെ നിങ്ങളിലേക്ക് അത്തരത്തിൽ ചില ആളുകൾ എത്തുന്നതായും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് റിസീവ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ്. പിന്നെ ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ക്യൂൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കും എന്നാണ് ഇതിൽ കാണുന്നത്. മറ്റുള്ളവരോട് സ്നേഹത്തോടും സഹാനുഭൂതിയോടും കൂടി പെരുമാറാൻ നിങ്ങൾക്ക് പറ്റും. മാത്രമല്ല നിങ്ങൾ നിങ്ങളെ കൂടി ഒന്ന് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നൊരു മെസ്സേജ് കൂടിയുണ്ട്. നിങ്ങൾ ഒന്നുകിൽ ഹീലർമാരോ അല്ലെങ്കിൽ അത്തരത്തിൽ സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സമയം വളരെ നല്ലതായിരിക്കും എന്നാണ്. നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഈ ഒരു സമയം കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. നിങ്ങളുടെ എനർജി ലെവല് നിങ്ങൾക്ക് സ്റ്റഡി ആയിട്ട് വയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാൻ പറ്റുമെന്നും കാണുന്നുണ്ട്. നിങ്ങൾക്കുള്ള കഴിവുകൾ എന്താണെന്നും നിങ്ങൾക്കുള്ള ന്യൂനതകൾ എന്താണെന്നും ഒക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളൊരു പ്രോസസ്സ് ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ സെൽഫ് ടോക്കൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ഹീല് ചെയ്യാൻ കഴിവുള്ളവരാണ് എന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെയും ഹീല് ചെയ്യാനും നിങ്ങൾ ഒന്ന് സമയം കണ്ടെത്തുക. നമ്മൾ മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നതിനോടൊപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള കരുണയും സ്നേഹവും ഒക്കെ നമ്മൾ ചെയ്യണം എന്നാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങളൊന്ന് മെറ്റീരിയലിസ്റ്റിക് ആകാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരു നല്ല ഡ്രസ്സ് എടുക്കുകയോ
അല്ലെങ്കിൽ നല്ലൊരു ഫോൺ മാറ്റി വാങ്ങുകയോ അല്ലെങ്കിൽ ഒരു ബാഗ് വാങ്ങുകയോ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിവിടെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ ഇവിടെ പ്രാക്ടിക്കൽ ആകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൈകളിലൂടെ മാനേജ് ചെയ്യപ്പെടും എന്നുള്ളൊരു എനർജി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസവും നിങ്ങൾക്കുണ്ട്. മാത്രമല്ല വളരെ പ്രൗഢിയോടെ നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. വളരെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. കാരണം നിങ്ങളുടെ എഫേർട്ടിൻ്റെ ഫലം നിങ്ങളിലേക്ക് തന്നെ കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ എന്തായിരിക്കണം എന്നാണ് ആഗ്രഹിച്ചത്, ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നിങ്ങൾ തന്നെ കൊടുക്കുന്നു എന്നാണ്. നിങ്ങൾക്ക് സെൽഫായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണമെങ്കിൽ പോലും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ നമ്മുടെ അപ്പിയറൻസിലൊക്കെ മാറ്റം വരണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയും ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് കുറേ മാറ്റങ്ങൾ വേണം എന്ന് വിചാരിച്ച് നിങ്ങൾ മാറ്റം വരുത്താനുള്ള തീരുമാനം എടുക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സമയം വളരെ കോൺഫിഡൻസ് കൂടുതലായിരിക്കും നിങ്ങൾക്കെന്നുള്ളതാണ്. പിന്നെ ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്, കിങ് ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബാലൻസിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു സ്ട്രഗിളൊക്കെ മാറ്റി നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. കുറേ ആൾക്കാർക്ക് ഇതിൽ ബാധ്യതകളൊക്കെ മാറുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും ഈ സമയത്തെ നിങ്ങളുടെ മണി എനർജി വളരെ ഹൈ വൈബ്രേഷൻ ആയിരിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ എനർജി വളരെ ഹൈ ആയിരിക്കും. അതിനാൽ തന്നെ പൈസ നിങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യങ്ങളും കാണുന്നുണ്ട്. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ നിങ്ങളിലേക്ക് വരാം. നിങ്ങളെ നേരത്തെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ നിങ്ങൾക്ക് പൈസ നൽകുന്നതാവാം. കാരണം ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്നും നല്ലൊരു എമൗണ്ട് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളൊരു പുതിയ കാര്യം തുടങ്ങാൻ പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഇത് കുറേ ആൾക്കാർക്കും ഒരു ബിസിനസ് ആയിരിക്കാം നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങുന്നത്. അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ജോലി ചെയ്ത സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്ന ഒരു എനർജിയും ഉണ്ട്. ഇതിൽ ഒരു ട്രാവൽ കാണുന്നുണ്ട്. അതായത് നിങ്ങൾ സ്വയം ഡ്രൈവ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. വളരെ സന്തോഷത്തിൽ പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ പുതിയ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വളരെ സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യുന്നതാവാം. അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ കുട്ടികളുമായിട്ട് പുറത്തു പോയി ഒന്ന് എൻജോയ് ചെയ്യുന്ന ഒരു എനർജിയും ഇതിലുണ്ട്. അപ്പോൾ ഇതൊരു യൂണിയനാണ്, ഒരു ഹാപ്പി ഫാമിലിയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. ചില ആൾക്കാർക്ക് പെട്ടെന്നൊരു ട്രാവൽ ചെയ്തു പോയി നിങ്ങളുടെ ഫാമിലിയെ കാണാൻ ഒക്കെ തോന്നുന്ന ഒരു സമയമാണ്. ചിലർക്ക് അങ്ങനെ പറ്റുന്നുണ്ട്. അവരുമായി നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ 8 ഓഫ് വാൺസും വന്നിട്ടുണ്ട്. 8 ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയും ഉണ്ട്.
അപ്പോൾ പെട്ടെന്നുള്ളൊരു ചേഞ്ചാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്ത് പോകുന്നതാവാം. ഫാമിലിയെ കാണണമെന്ന് തോന്നി നിങ്ങൾ പെട്ടെന്ന് തീരുമാനമെടുത്ത് ഒരുപക്ഷെ പോകുന്നതാവാം. ചില ആൾക്കാർക്കിത് ഒരു വീടാണ്. അതായത് കുട്ടികളുമൊക്കെ ആയിട്ട് നല്ലൊരു വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നതാവാം. എന്തായാലും ഫാമിലിക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നിങ്ങളിവിടെ ചെയ്യുന്നു എന്നാണ്. നിങ്ങളുടെ സമയം മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികളോടൊപ്പം സന്തോഷമായിട്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 10 ഓഫ് കപ്സും 10 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിൽ ആയിരുന്നാലും, ചിലപ്പോൾ ഒരുപാട് ബാധ്യതകളിൽ നിങ്ങൾ ഇരുന്നാലും, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള വസ്തുവോ പൈസയോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റാതെ സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിൽ പോലും അതിനെല്ലാം ഇവിടെ ഒരു മാറ്റം വരുന്നുണ്ട്. ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. കുറേ ആൾക്കാർക്കും ഈ സമയം ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ മാറ്റം വരുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ വസ്തുക്കളൊക്കെ വിൽക്കാനിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് വിറ്റ് ആ പൈസ നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ ബിസിനസ്സിൽ മാറ്റം വരുന്നുണ്ട്. ഒരു പ്രമോഷൻ പോലുള്ള കാര്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഫിനാൻഷ്യലി നിങ്ങൾ വളരെ സെക്യൂർഡ് ആയിരിക്കും എന്നുള്ളതാണ്. ശരിക്കും നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്നുള്ള കാര്യങ്ങൾ നിങ്ങളിവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സമയമാണ് ഇത്. പിന്നെ ഇവിടെ 8 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് സാധ്യതകൾ എത്തുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ അടുത്തേക്ക് അത് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ്. പിന്നെ ട്രാവൽ കാണുന്നുണ്ട്. ട്രാവലൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഉടനെ തന്നെ ട്രാവൽ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ബ്യൂട്ടിക്ക് പോലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഷോപ്പുകളോ ഒക്കെ പുതിയതായിട്ട് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനിവിടെ നല്ലൊരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, കാരണം ഇവിടെ നിങ്ങളൊരു വെയിറ്റിംഗ് പീരീഡിലാണ് എന്ന് കാണുന്നുണ്ട്. ഒരുപക്ഷെ അത് ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങി വയ്ക്കാനുള്ള ഒരു സമയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാകാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു വച്ചിട്ടുള്ള ആ ഒരു കാര്യത്തിന് ഫലം കാത്തിരിക്കുന്നതാവാം. കാരണം ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ കാത്തിരുന്ന ഒരു വിക്ടറി നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തുമെന്നും ഇതിൽ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി ഈസിയാക്കി തരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് പോകാനുള്ള ഏതോ ഒരു കാര്യം അത് ദൈവാനുഗ്രഹം കൊണ്ട് ഈസിയാക്കി തരാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതിൽ സക്സസിൻ്റെ ഒരു എനർജി തന്നെയാണ്. നിങ്ങൾ കുറേ കാലമായി ജോലിക്ക് വേണ്ടിയൊക്കെ കാത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ സാധ്യതകളുടെ വലിയൊരു വാതിൽ തുറക്കുന്നുണ്ട്. നിങ്ങൾ പോസിറ്റീവായി ഈ ഒരു സമയം ഇരിക്കാൻ ശ്രമിക്കുക. വളരെ ആക്റ്റീവായിട്ട് ഈ ഒരു സമയം ഇരിക്കുക എന്നാണ് ഇതിൽ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ വേൾഡ് കാർഡാണ്. അപ്പോൾ ഒരു പൂർണ്ണതയിൽ എത്തുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ആ ഒരു ലൈഫ് പർപ്പസൊക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾ പലതരത്തിലുള്ള സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കാം. പല പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ടാവാം. അപ്പോൾ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് എന്ന തരത്തിൽ ചിലപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകാം. അപ്പോൾ
അത് എന്തുകൊണ്ടെന്നാൽ ഈ ഒരു കാര്യം എങ്ങനെ ഓവർകം ചെയ്യുമെന്ന് ദൈവം നമ്മളോട് ചോദിക്കുന്നതാണ്. ആ ഒരു കടമ്പ കടന്ന് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കൊരു സ്ട്രെങ്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ വേൾഡ് എന്ന് പറയുന്നത് ഒരു ജീവൻ ഈ ഭൂമിയിൽ ഉത്ഭവിച്ച് അത് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്ന ഒരു സമയമാണ് ഈ ഒരു വേൾഡ്. അപ്പോൾ നമ്മളുടെ ലൈഫിൽ നമ്മൾ കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം ഒരു സമാധാനത്തിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ്, നിങ്ങളൊരു ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ സോൾ എന്ന് പറയുന്നത് ഒരു ഫുൾഫിൽമെൻറ്റ് എത്തുന്ന ഒരു ഫീല് നിങ്ങൾക്കുണ്ടാകും. ചിലപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സമാധാനമായിട്ട് ഈ സമയം ഇരിക്കാൻ പറ്റും. നിങ്ങൾ പലതരത്തിലുള്ള ഗൈഡൻസ് എടുക്കുകയും ഒരു സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുകയും ഒക്കെ ചെയ്യുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുന്ന ആളുകളുടെ ഒരു എനർജിയും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും മനസ്സിനൊരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയും ഉണ്ട്, 5 ഓഫ് സോർട്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ മുന്നിൽ ഒരു സഹായത്തിന് വേണ്ടി ആര് വന്ന് കൈനീട്ടിയാലും അത് അവരർഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അത് മനസ്സിലാക്കുക. അവർ അത്തരത്തിലൊരു സഹായം അർഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. കാരണം പലരും പലതും പറഞ്ഞു മയക്കി നിങ്ങളിൽ നിന്ന് പണം തട്ടാനുള്ള ഒരു എനർജി ഉണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ ഏസ് ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ വിഷനാണ്. പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അവബോധമുണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എത്തേണ്ടിയിടത്ത് എത്തും. ഇപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഒരു വാക്ക് കൊടുത്താൽ പോലും ആ ഒരു കാര്യം കൃത്യമായിട്ടും നിങ്ങൾക്ക് പാലിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന കാര്യമായാലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം കൃത്യമായിട്ടും നടക്കുമെന്നുള്ളതാണ്. അതുപോലെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുമെന്നും കാണുന്നുണ്ട്. ശരിക്കും നിങ്ങൾ തടസ്സങ്ങളെയൊക്കെ മറികടന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു എനർജി ഈ സമയം നിങ്ങൾക്കുണ്ട്. പിന്നെ നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ മാറ്റാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. വളരെ ആക്റ്റീവായിട്ടിരിക്കാനും വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. ചിന്തിക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റാൻ എന്തൊക്കെ വേണം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾക്കതിൽ നിന്ന് പുറത്ത് കടക്കാനും പറ്റുമെന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ശരിക്കും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ് ഇത്. പിന്നെ ഇവിടെ എംപറർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടേതായ ഒരു സിംഹാസനം ഉണ്ടാക്കി അതിലിരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾ സെൽഫ് മെയ്ഡ് ആണെന്നൊക്കെ സ്വയം തോന്നുന്ന ഒരു എനർജിയാണ്. അതായത് എനിക്ക് പറ്റും, അല്ലെങ്കിൽ അത് ഞാൻ ഉണ്ടാക്കിയതാണ്, എൻ്റെ കഠിനാധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു കാര്യമാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു ആത്മവിശ്വാസമൊക്കെ ഈ സമയം ഉണ്ടായിരിക്കും. അതുപോലെ ഇപ്പോൾ മറ്റാരുടെയും ഒരു സഹായമില്ലാതെ സ്വയം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു കാര്യമായിരിക്കാം നിങ്ങൾക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസമൊക്കെ ആകാം. പക്ഷേ അതൊരു ഈഗോ ആക്കി മാറ്റാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ എന്തു കാര്യം ചെയ്യുമ്പോഴും അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അതായത് ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മാറ്റേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ ബെറ്റർ പേഴ്സൺ ആകാൻ സാധിക്കും.
പിന്നെ ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇമോഷൻസ് കിട്ടുമെന്നുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ആ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങൾ ഈ ഒരു സമയം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഒരു നല്ലൊരു സൗഹൃദം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം. ശരിക്കും നിങ്ങൾക്ക് ഈ സമയം സൈക്കിക് എബിലിറ്റീസൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു സ്പിരിച്വൽ ഇൻസൈറ്റ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ സ്പിരിച്വാലിറ്റിയിലൊക്കെ പുതിയ കാഴ്ചപ്പാട് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു പുതിയ കാഴ്ചപ്പാട് വരുന്നതാവാം. നിങ്ങളുടെ കഴിവുകളെക്കുറിച്ചൊരു കാഴ്ചപ്പാട് നിങ്ങൾക്കിവിടെ വരുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളൊരു പുതിയ വീട്ടിൽ താമസിക്കാൻ പോകാൻ സാധ്യതയുണ്ട് എന്നും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഏസ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പം നല്ലൊരു ഓഫർ നിങ്ങൾക്ക് വരുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ ഒരു ജോബ് ഓഫർ ഈ ഒരു സമയം നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട്. കൂടുതൽ ആൾക്കാർക്കും ഇത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതായിരിക്കാം. നിങ്ങളതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതായിരിക്കാം. അപ്പോൾ അങ്ങനൊരു ഓഫർ ആയിരിക്കാം അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. മാത്രമല്ല വളരെ ധൈര്യത്തോടു കൂടിയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇത്. നിങ്ങൾ വളരെ ധൈര്യത്തോടു കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും ഒക്കെ ഇരിക്കാനാണ് പറയുന്നത് ഈ ഒരു സമയം. ഈ ഒരു ഓഫർ കൊണ്ട് നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിൽ കാണുന്നത്. ശരിക്കും ഈ സമയം നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്നാണ് ഇതിലും പറയുന്നത്. ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് നിരാശയിലായിരുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങളുടെ പ്ലാനുകളൊന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് വിഷമിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു 2-3 പേര് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ലീവ് എടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സമയം 3 പേര് ചെയ്യേണ്ട ജോലി നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരാം. എന്തായാലും ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ളതാണ്. മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്കൊപ്പം മറ്റാളുകൾ സഹായത്തിനില്ല എന്നാണ്. അപ്പോൾ അഥവാ ഉണ്ടെങ്കിൽ പോലും ഈ സമയം അവരത്ര ആക്റ്റീവ് ആയിരിക്കില്ല. അപ്പോൾ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ കൂടി നിങ്ങൾ ചെയ്യേണ്ട ഒരു എനർജിയാണ്. അവർ ചെയ്യേണ്ട ജോലി കൂടി ഈ സമയം നിങ്ങൾ ചെയ്യുമെന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾക്കത് സക്സസ് ആക്കാനും സാധിക്കും എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ കുറച്ച് റിസ്ക് എടുക്കുമായിരിക്കാം. എങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ജോലി സക്സസ്സിൽ എത്തിക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു എനർജി കൂടിയുണ്ട്. മറ്റുള്ളവർ അത്ഭുതത്തോടെ നിങ്ങളെ പ്രശംസിക്കുന്ന ഒരു എനർജി കൂടി ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റീവായുള്ള കഴിവുകൾ നിങ്ങളിവിടെ പുറത്തെടുക്കുന്നുണ്ട്. അത് മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.